ഹേയ് ഹലോ, എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബ്രൂസ്ലി PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു കഥകളി അങ്ങ് പഠിച്ചു തീർക്കാനായിട്ട് പോവുകയാണ്. കേരള PSC സിലബസിൽ മെയിൻ ആയിട്ട് നമ്മുടെ സാഹിത്യ രൂപത്തിൽ വരുന്ന ഒരു കുഞ്ഞ് സബ് പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത് കഥകളി എന്ന് പറയുന്നത്. അതൊന്നും നമ്മൾ വളരെ കുറച്ച് സമയം കൊണ്ട് അത്രയൊന്ന് കംപ്ലീറ്റ് ആക്കാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. എപ്പോഴും പറയുന്ന പോലെ അറിയാത്ത പോയിന്റ്സ് എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം കേരള PSC ഏതെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാവുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ഇന്നത്തെ കഥകളി ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. കഥകളിയുടെ സാഹിത്യരൂപം ആട്ടക്കഥ. കഥകളിയുടെ സാഹിത്യരൂപമാണ് എന്തെന്നറിയപ്പെടുന്നത് ആട്ടക്കഥ. കഥകളി നടക്കുന്ന അരങ്ങിൽ കൊളുത്തിവെക്കുന്ന വിളക്ക് ആട്ടവിളക്ക്. കഥകളി നടക്കുന്ന അരങ്ങിൽ കൊളുത്തിവെക്കുന്ന വിളക്ക് ഏതാണ്? അതാണ് ആട്ടവിളക്ക്. കഥകളിയിലെ പ്രധാന ചടങ്ങുകൾ കേളി, അരങ്ങുകേളി, തോടയം, വന്ദന ശ്ലോകം, പുറപ്പാട്, മേളപ്പദം, കഥാഭിനയം, ധനാശി. അപ്പൊ ഇതൊക്കെയാണ് കഥകളിയിലെ പ്രധാന ചടങ്ങുകളാണ്. കേളി, അരങ്ങുകേളി, തോടയം, വന്ദന ശ്ലോകം, പുറപ്പാട്, മേളപ്പദം, കഥാഭിനയം, ധനാശി. കഥകളിയിലെ പ്രധാന പാട്ടുകാരനാണ് പൊന്നാനി. കഥകളിയിലെ പ്രധാന പാട്ടുകാരൻ ആരാണ്? പൊന്നാനിയാണ്. ഓക്കെ, കഥകളിയിലെ പ്രധാന പാട്ടുകാരൻ പൊന്നാനി. ഈ പൊന്നാനിയെ സഹായിക്കുന്ന പാട്ടുകാരനാണ് ശിങ്കിടി. പൊന്നാനിയെ സഹായിക്കുന്ന പാട്ടുകാരൻ ആരാണ്? ശിങ്കിടി. കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം തിരനോട്ടം. കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം ഏതാണ്? തിരനോട്ടം. ഈ കഥകളി സംഗീതത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങളാണ് ചെണ്ട, മദ്ദളം, ഇടയ്ക്ക. കഥകളി സംഗീതത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങളാണ് ചെണ്ട, മദ്ദളം, ഇടയ്ക്ക. ചെണ്ട, മദ്ദളം, ഇടയ്ക്ക. കഥകളിയിലെ പ്രധാന പാട്ടുകാരനാണ് പൊന്നാനി. കഥകളിയിലെ പ്രധാന പാട്ടുകാരൻ ആരാണ്? പൊന്നാനി. ഓക്കെ, കഥകളിയിലെ പ്രധാന പാട്ടുകാരനാണ് പൊന്നാനി. അപ്പോൾ ഈ പൊന്നാനിയെ സഹായിക്കുന്ന പാട്ടുകാരനാണ് ശിങ്കിടി. പൊന്നാനിയെ സഹായിക്കുന്ന പാട്ടുകാരൻ ആരാണ്? ശിങ്കിടി. പൊന്നാനിയെ സഹായിക്കുന്ന പാട്ടുകാരനാണ് ശിങ്കിടി എന്നറിയപ്പെടുന്നത്. കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം തിരനോട്ടം. കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനമാണ് എന്തെന്നറിയപ്പെടുന്നത് തിരനോട്ടം. തിരനോട്ടം. കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനമാണ് തിരനോട്ടം. കഥകളി സംഗീതത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങളാണ് ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില, ഇലത്താളം, ചേങ്ങില. എന്തൊക്കെയാണ്? ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില, ഇലത്താളം. കഥകളിയിലെ പ്രധാനപ്പെട്ട 5 വേഷങ്ങളാണ് പച്ച, കത്തി, കരി, താടി, മിനുക്ക്. കഥകളിയിലെ പ്രധാനപ്പെട്ട 5 വേഷങ്ങൾ ഏതൊക്കെയാണ്? പച്ച, കത്തി, കരി, താടി, മിനുക്ക്. ഈ കഥകളിയിൽ സൽഗുണമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷത്തിന്റെ പേരാണ് പച്ച. കഥകളിയിൽ സൽഗുണമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷത്തിന്റെ പേരെന്താണ്? പച്ച. രാക്ഷസന്മാർക്കും അസുരന്മാർക്കും നൽകുന്ന വേഷമാണ് ചുവന്ന താടി. എന്താണ്? രാക്ഷസന്മാർക്കും അസുരന്മാർക്കും നൽകുന്ന വേഷം ഏതാണ്? ചുവന്ന താടി. ചുവന്ന താടി. രാക്ഷസന്മാരും അസുരന്മാരുമാണ് ചുവന്ന താടി. ഈ വെള്ളത്താടിയുടെ മറ്റൊരു പേര് വട്ടമുടി. വെള്ളത്താടിയുടെ മറ്റൊരു പേര് എന്താണ്? വട്ടമുടി. വട്ടമുടിയാണ്. ഇനി ഹനുമാൻ ഉപയോഗിക്കുന്ന വേഷവും വെള്ളത്താടിയാണ്. ഹനുമാൻ ഉപയോഗിക്കുന്ന വേഷം വെള്ളത്താടി. അപ്പൊ വെള്ളത്താടിയുടെ മറ്റൊരു പേര് വട്ടമുടിയാണ്. ഈ വട്ടമുടി എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഹനുമാൻ ഉപയോഗിക്കുന്ന വേഷത്തിലാണ് എന്ത് ഉപയോഗിക്കുന്നത്? വെള്ളത്താടി ഉപയോഗിക്കുന്നത്. ഈ ക്രൂരന്മാരായ രാക്ഷസന്മാർക്കും അസുരന്മാർക്കും ഏതുതരം വേഷമാണ് കഥകളിയിലുള്ളത്? ചുവന്ന താടി. ക്രൂരന്മാരായ രാക്ഷസന്മാർക്കും അതുപോലെ അസുരന്മാർക്കും ഏതുതരം വേഷമാണ് കഥകളിയിലുള്ളത്? ചുവന്ന താടി. ചുവന്ന താടിയാണ്. ഇനി വേടന്മാരുടെയും നായാട്ടുകാരുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷമാണ് കറുത്ത താടി. കറുത്ത താടി. വേടന്മാരും നായാട്ടുകാരുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷമാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? കറുത്ത താടി. കറുത്ത താടി. കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് മാനവേദൻ രാജാവ്. കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? മാനവേദൻ രാജാവാണ്. ഇനി തമോ ഗുണം നിറഞ്ഞ കഥാപാത്രങ്ങൾക്ക് നൽകുന്ന വേഷമാണ് കരിവേഷം. തമോ ഗുണം നിറഞ്ഞ കഥാപാത്രങ്ങൾക്ക് നൽകുന്ന വേഷം ഏതാണ്? അതാണ് കരിവേഷം. കരിവേഷം. നന്മയും തിന്മയും ഇടകലർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷമാണ് കത്തി. നന്മയും തിന്മയും ഇടകലർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷം ഏതാണ്? അതാണ് കത്തി. ഇനി രാജോഗുണ പ്രധാനമായ കഥാപാത്രങ്ങൾക്ക് ഉപയോഗിക്കുന്ന കത്തിവേഷങ്ങൾ 2 തരമാണുള്ളത്. നെടുങ്കത്തി, കുറുങ്കത്തി. രാജോ ഗുണ പ്രധാനമുള്ള കഥാപാത്രങ്ങൾക്ക് ഉപയോഗിക്കുന്ന കത്തിവേഷങ്ങൾ എത്ര തരമാണ്? 2 തരമാണ്.
നെടുങ്കത്തി കുറുങ്കത്തി. നെടുങ്കത്തി കുറുങ്കത്തി. സ്ത്രീകളെയും മഹർഷിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷമാണ് മിനുക്ക്. സ്ത്രീകളെയും മഹർഷിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം ഏതാണ്? അത് മിനുക്കാണ്. ഓക്കെ, മിനുക്കാണ്. പ്രാണനാഥൻ എനിക്ക് നൽകിയ, അതുപോലെ കരുണ ചെയ്യാൻ എന്ത്, വിരാട. ഇതൊക്കെ രചിച്ചതാരാണ്? ഇരയിമ്മൻ തമ്പി. പ്രാണനാഥൻ എനിക്ക് നൽകിയ, കരുണ ചെയ്യാൻ എന്ത്, അതുപോലെ വിരാട, ഇതൊക്കെ എഴുതിയതാരാണ്? ഇരയിമ്മൻ തമ്പി. രചിച്ചതാരാണ്? ഇരയിമ്മൻ തമ്പി. അടുത്ത ആട്ടക്കഥ രചിച്ച ഏക വനിത കുട്ടിക്കുഞ്ഞു തങ്കച്ചി. കുട്ടിക്കുഞ്ഞു തങ്കച്ചി ഇരയിമ്മൻ തമ്പിയുടെ മകളാണ്. കുട്ടിക്കുഞ്ഞു തങ്കച്ചി ഇരയിമ്മൻ തമ്പിയുടെ മകളാണ് ആര്? കുട്ടിക്കുഞ്ഞു തങ്കച്ചി. ആട്ടക്കഥ രചിച്ച ഏക വനിതയാണ് കുട്ടിക്കുഞ്ഞു തങ്കച്ചി. കോട്ടയത്ത് തമ്പുരാൻ, ഉണ്ണായി വാര്യർ, ഇരയിമ്മൻ തമ്പി, വയസ്കര മൂസ് തുടങ്ങിയവരാണ് പ്രമുഖ ആട്ടക്കഥാ രചയിതാക്കൾ. കോട്ടയത്ത് തമ്പുരാൻ, ഉണ്ണായി വാര്യർ, ഇരയിമ്മൻ തമ്പി, വയസ്കര മൂസ് തുടങ്ങിയവരാണ് പ്രമുഖ ആട്ടക്കഥ രചയിതാക്കൾ. അഭിനയം, സംഗീതം, സാഹിത്യം എന്നീ 3 കലാരൂപങ്ങളും ചേർന്നതാണ് എന്തെന്നറിയപ്പെടുന്നത് കഥകളി. അഭിനയം, സംഗീതം, സാഹിത്യം എന്നീ 3 കലാരൂപങ്ങളും ചേർന്നതാണ് എന്തെന്നറിയപ്പെടുന്നത് കഥകളി. അപ്പോ എന്തൊക്കെയാണ്? അഭിനയം, സംഗീതം, സാഹിത്യം എന്നീ 3 കലാരൂപങ്ങളും ചേർന്നതാണ് കഥകളി. കഥകളിയിലെ അഭിനയ വിധങ്ങളാണ് ആംഗികം, സ്വാത്വികം, വാചികം, ആഹാര്യം എന്നിവ. കഥകളിയിലെ അഭിനയ വിധങ്ങളാണ് ആംഗികം, സാത്വികം, വാചികം, ആഹാര്യം എന്നിവ. ഒരു കഥ പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കുവാൻ 6 മുതൽ 8 മണിക്കൂർ വരെ വേണ്ടിവരും. ഒരു കഥ പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കാൻ 6 മുതൽ എത്ര മണിക്കൂർ വരെ വേണ്ടിവരും? 8 മണിക്കൂർ വരെ വേണ്ടിവരും. കഥകളിക്ക് അനേകം ചടങ്ങുകളുണ്ട്. കേളി, അരങ്ങുകേളി, തോടയം, വന്ദന ശ്ലോകം, പുറപ്പാട്, മേളപ്പദം, കഥാഭിനയം, ധനാശി എന്നിവയാണ് അവ. അപ്പൊ കഥകളിയിലെ കുറച്ചധികം ചടങ്ങുകളാണ് കേളി, അരങ്ങുകേളി, തോടയം, വന്ദന ശ്ലോകം, പുറപ്പാട്, മേളപ്പദം, കഥാഭിനയം, ധനാശി എന്നിവ. പ്രശസ്ത കഥകളി സംഗീതജ്ഞനാണ് കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ. പിന്നെ കലാമണ്ഡലം പൊതുവാൾ. അപ്പോൾ 2 പേരുണ്ട്. പ്രധാനപ്പെട്ട കഥകളി സംഗീതജ്ഞന്മാരാണ് കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ, കലാമണ്ഡലം പൊതുവാൾ. കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശനും കലാമണ്ഡലം പൊതുവാളുമാണ്. ഇത് ദേശീയ കഥകളി ദിനം എന്നാണ് ഒക്ടോബർ 16. ദേശീയ കഥകളി ദിനം എന്നാണ് ഒക്ടോബർ 16. ദേശീയ കഥകളി ദിനം ഒക്ടോബർ 16. കഥകളി വേഷം അണിയുന്ന ആൾ പറയുന്നത് ചുട്ടികുത്ത്. കഥകളി വേഷം അണിയുന്ന ആൾ പറയുന്നത് എന്താണ്? ചുട്ടികുത്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഈ ഒരു വീഡിയോ എത്തിക്കുക. നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസ് വേണമെങ്കിൽ ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്ന് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്